you grow. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ഫസ്റ്റ് പേജ്. ഇക്വേഷൻ ഓഫ് മോഷൻ എന്നൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ അടിയിൽ ഒരു പിക്ചർ കാണാം. ആ പിക്ചറിന്റെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. What is the total distance traveled by the child? അപ്പോൾ ഈ ചൈൽഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 40 + 40 + 40 40 × 3 = 120. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, what is the distance between the current position C and the initial position B of the child? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. കറന്റ് പൊസിഷൻ സിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇനീഷ്യൽ പൊസിഷൻ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ആയി കിട്ടുന്നത് 40 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. If the child travel 40 meters from B, which are the possible position of the child? അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ബിയിൽ നിന്ന് 40 മീറ്റർ നമുക്ക് നോക്കുമ്പോൾ ഒന്ന് എയും കാണുന്നുണ്ട്, ഒന്ന് സിയും കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആൻഡ് സി എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. In which direction should the child travel 40 meters to reach C and B? അതേതാണ്? ടുവേർഡ്സ് ദ ഈസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസിനെ പറ്റിയാണ്. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഒരു വസ്തു ടോട്ടൽ ആയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്നാണ്. നിങ്ങൾക്ക് ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ അടുത്തതിനാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ straight line distance between the initial position and the final position in a definite direction. Displacement is denoted by the symbol as. സ്മോൾ ലെറ്റേഴ്സിലാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് മീറ്റർ. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റിന്റെ. വിച്ച് ഈസ് ഓൾസോ ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ് എന്നാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് അങ്ങനെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെയും ബൈ.